ഞങ്ങൾ പ്രസ് ക്ലബിലെ ജേർണലിസം വിദ്യാർത്ഥികളാണ്. ഇവിടെ ഇപ്രാവശ്യത്തെ IF50യുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 177 സിനിമകൾ 68 ഭാഷകളിൽ നിന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിസംബർ 13 മുതൽ 20 വരെ നടക്കുന്ന ഈ മേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുചേരുന്നുണ്ട്. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യേണ്ടതാണ്. അത് ഞങ്ങൾ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ അതിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് അകത്തേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം പ്രസ് ക്ലബിലെ ജേർണലിസം വിദ്യാർത്ഥികളാണ് ഇതാ ഇവിടെ ഉള്ളത്. നമുക്ക് അവരെ അടുത്ത് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പം പാർവതിയാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്രാവശ്യത്തെ IF50? ഇതിൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഇതിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 177 സിനിമകളാണ് ഈ ഒരു IF50 ഇതിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സിനിമകൾ കാണണമെന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഓപ്പണിംഗ് ഫിലിമായ ആം സ്റ്റേ ഹിയർ ഇവിടെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വൈകിട്ടേക്ക് നിശാഗന്ധിയിലേക്ക് പോകുന്നത്. പറയൂ, എങ്ങനെയാണ് ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒത്തിരി ഹാപ്പിയാണ് ഇവിടെ ഇന്ന് വരാൻ പറ്റിയതിൽ തന്നെ. അപ്പം ഈ വരുന്ന 8 ദിവസവും ഞാൻ ഇവിടെ തന്നെ കാണും. മാക്സിമം എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ സെക്കൻഡ് ടൈമാണ്. കഴിഞ്ഞ വട്ടം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റുഡൻസ് പാസ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ സ്റ്റുഡൻറ് പാസ് കിട്ടിയതിൽ സന്തോഷമാണ്. അപ്പോൾ മാക്സിമം ഫിലിംസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഏതെങ്കിലും പ്രത്യേകിച്ച് സിനിമ എന്തെങ്കിലും കാണണമെന്നുണ്ടോ? മാക്സിമം ഇൻ്റർനാഷണൽ മൂവീസ് ആണ്. ശരി ശരി. എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ചില സിനിമകളൊക്കെ ഞാൻ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നതൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെയും ഇരിപ്പുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഹായ്, പറയൂ IF50ൻ്റെ വിശേഷങ്ങൾ. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഞാൻ ഇതിന് മുന്നേ IF50 വന്നിട്ടുണ്ട്. സോ ഐ എക്സ്പെക്ട് ഫോർ ദാൻ പ്രീവിയസ് ഇയർ. പിന്നെന്താണ്, ഒരുപാട് നല്ല നല്ല സിനിമകൾ കാണണമെന്നും കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടണമെന്നും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് വന്നത്. മെയിനായിട്ട് ഞാൻ വന്നത് മറ്റേ അവരെ കാണാനാണ്, പയൽക്കവാടിയ. ഇതിന് മുന്നേ വന്ന ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ് അതിനേക്കാളും നല്ലതായിരിക്കണം ഇതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പറയൂ, എങ്ങനെയാണ് IF50 എക്സ്പീരിയൻസ് എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നോക്കണം, മാക്സിമം സിനിമ കാണണം, മാക്സിമം പറയൂ. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. മീൻസ് നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പറയൂ, എങ്ങനെ IF50യുടെ വിശേഷങ്ങളെല്ലാം? തീർച്ചയായിട്ടും ഒരുപാട് സിനിമകൾ കാണാൻ, നല്ല സിനിമകൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വന്നത്. അപ്പം ദിവ്യപ്രഭയുടെ സിനിമ കാണാൻ തന്നെയാണ് ഇവിടെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ സിനിമകൾ എല്ലാവരും കാണേണ്ടതാണ്. നല്ല സാമൂഹ്യ അല്ലെങ്കിൽ സാംസ്കാരിക ബോധമുള്ള സിനിമയാണ് അതെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. വിവാദങ്ങൾക്കപ്പുറം നല്ല എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണത്. അപ്പോൾ അതെല്ലാവരും കാണുക. ശരി ശരി. പറയൂ, മൂന്നാമത്തെ ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ശരി. അതിലെത്തിയിട്ടേ ഉള്ളൂ. കോട്ടയം പറയാം. ഏതെങ്കിലും സിനിമകൾ കാണണം അങ്ങനെ എന്തെങ്കിലും? ഏപ്രിൽ കാണണമെന്ന് വിചാരിക്കുന്നു. ശരി ശരി ശരി. താങ്ക് യു. മലയാള പടങ്ങളോട് നമുക്ക് മലയാളമാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. ശരി. പറയും, ഇങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത്രയും കാലം നമ്മൾ പുറത്ത് കൗതുകത്തോടെ കണ്ടിട്ടുള്ളതാണ്. ആദ്യമായി 2 ടിക്കറ്റ് പാസ് എടുത്ത് നേരിട്ട് പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എങ്ങനെയാണെന്ന് വരുന്ന 5 ദിവസത്തെ എക്സ്പീരിയൻസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പം എല്ലാവരും പറയുന്നത് പറയും. സെക്കൻഡ് ടൈമുള്ള എക്സ്പീരിയൻസ് ആണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വട്ടം കണ്ടിട്ടുണ്ട്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. ഒരുപാട് നല്ല സിനിമകൾ, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരുപാട് നാഗേഷണൽ സിനിമകളുടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കാണാനും ആഗ്രഹമുണ്ട്. കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളെ പായൽ കബാഡിയെ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈഫ്, ആ സിനിമ കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. ഇനിയും നമുക്ക് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയൂ, IF50ൻ്റെ വിശേഷങ്ങൾ പറയും. ഇങ്ങനെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ IGT വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്താണ്. അങ്ങനെ കൂടുതലും മാതൃഭൂമിയിലെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ലെറ്റേഴ്സ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഈ പരിപാടി എങ്ങനെയാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഏതെങ്കിലും സിനിമകൾ കാണാൻ
ആളുമായി സോഷ്യൽ ഇൻട്രാക്ഷൻ അപ്പോൾ നമ്മൾ നമ്മളെ സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഇനി കുറേ സിനിമകൾ കാണാനുണ്ട്, ഇനി കുറേ ആൾക്കാരുടെ സംസാരിക്കാനുണ്ട്, കുറേ ഗസ്റ്റുകൾ ഇവിടെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഫീൽഡ് ഏതാണോ അനുസരിച്ച് പോകേണ്ടത്. അവർക്ക് ചിലപ്പോൾ വായനയിലായിരിക്കും താല്പര്യം. അപ്പം കുറേ എഴുത്തുകാർ ഇവിടെ വരുന്നുണ്ട്, സിനിമാ പ്രവർത്തകർ ഇവിടെ വരുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ അവർക്ക് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ വരിക. 13-ാം തീയതി തൊട്ടിട്ട് 20-ാം തീയതി മുതലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ സിനിമ കണ്ടുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കും. കാരണം അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ലോട്ട് ഓഫ് പീപ്പിൾസ് ആർ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ഓൾസോ. So make sure that you don't miss these things, and thank you.